മുളകുപൊടിയുടെ ചുവപ്പ് യഥാർത്ഥമാണോ അതോ വെറും നിറമോ? ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ മതി സത്യം പുറത്തു വരാൻ. നനഞ്ഞ ടിഷ്യൂവിൽ കുറച്ച് മുളകുപൊടി ഇടൂ. ശുദ്ധ മുളകുപൊടിയിൽ നിറം വളരെ കുറച്ച് മാത്രം പടരൂ. പക്ഷേ കൃത്രിമ നിറം കലർന്നതാണെങ്കിൽ ചുവപ്പ് നിറം വേഗത്തിൽ പരന്നുപോകും. കൂടുതൽ തിളങ്ങുന്ന നിറം എല്ലായ്പ്പോഴും നല്ലതാവണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലെ അരി ശരിക്കും ശുദ്ധമാണോ? കാഴ്ചയിലെല്ലാം ഒരുപോലെ തോന്നാം, പക്ഷേ സത്യം വേറെയായിരിക്കാം. ചൂടായ എണ്ണയിൽ കുറച്ച് അരി ഇട്ട് നോക്കൂ. ശുദ്ധ അരിക്ക് സാധാരണ ആകൃതിയേ ഉണ്ടാകൂ. പക്ഷേ വ്യാജ അരിയെങ്കിൽ അസാധാരണമായി വളയുകയോ ഉരുകുകയോ ചെയ്യും. ദിവസവും ഉപയോഗിക്കുന്ന പഞ്ചസാരയെ ഒരിക്കൽ പോലും പരിശോധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് വലിയ സത്യം മനസ്സിലാക്കാം. കുറച്ച് പഞ്ചസാര സ്പൂണിലിട്ട് ചൂടാക്കൂ. ശുദ്ധ പഞ്ചസാര മൃദുവായി ഉരുകി കേരമലായി മാറും. കലർന്നതാണെങ്കിൽ കറുത്ത അവശിഷ്ടം പിന്നിൽ ബാക്കി നിൽക്കും. മധുരം പോലെ തോന്നുന്നതെല്ലാം ശുദ്ധമാവണമെന്നില്ല. മഞ്ഞൾപ്പൊടി ശരിക്കും ശുദ്ധമാണോ എന്നറിയണോ? കുറച്ച് നാരങ്ങാനീര് മതി സത്യം പുറത്തു വരാൻ. മഞ്ഞളിൽ കുറച്ച് നാരങ്ങാനീരൊഴിക്കൂ. ശുദ്ധ മഞ്ഞൾ അല്പം ഇളം മഞ്ഞ ഓറഞ്ച് നിറത്തിലേക്ക് മാത്രം മാറും. പക്ഷേ കൃത്രിമ നിറം കലർന്നതാണെങ്കിൽ പെട്ടെന്ന് തിളങ്ങുന്ന ചുവപ്പോ പിങ്ക് നിറമോ വരാം.